ഇന്ന് നമുക്ക് ഒരു മിഡിക്ക് ഒരു ടോപ്പ് എങ്ങനെയാണ് തയ്ക്കുക എന്നുള്ളതാണ്, കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുക എന്നുള്ളതാണ് കാണിക്കാൻ പോകുന്നത്. അതിന് വേണ്ടി ഇതിങ്ങനെ നീളത്തിലുള്ളൊരു പീസാണ് കേട്ടോ, നീളത്തിലുള്ളൊരു പീസാണ്. അപ്പോൾ ഈ പീസിനെ ഇങ്ങനെ മടക്കുക, രണ്ടാക്കി മടക്കിയിട്ട് ഇങ്ങനെ നിവർത്തി വെച്ചിട്ട് ഇങ്ങനെ ഒരു മടക്കും കൂടെ മടക്കുക. എന്നിട്ട് ഇതിൻ്റെ ഷോൾഡർ ആദ്യം അടയാളപ്പെടുത്തണം. ഷോൾഡർ 5.5 ഇഞ്ച്, ഷോൾഡർ 5.5 ഇഞ്ച്. അതുപോലെ ആം ഹോളും 5.5 ഇഞ്ച്. ഇവിടെ ചെസ്റ്റ് 7.5. അതുപോലെ വേസ്റ്റ് ഷേപ്പിൻ്റെ അവിടെ 6.5. ഇറക്കം 18. ഈ 18ക്ക് നമ്മളിങ്ങനെ വരച്ചു വെക്കുക. ഇനി ഇവിടെ ഇങ്ങനെ ഒന്ന് ഷേപ്പായി കൊടുക്കുക. പിന്നെ ഈ 7.5-ന്ന് ഈ 6.5-ക്ക് ഇങ്ങനെ വരച്ചിട്ട് ഇങ്ങനെ വരച്ചു കൊടുക്കുക. അടിഭാഗത്ത് ഒരു 3/4 ഇഞ്ച് ഇങ്ങനെ ഷേപ്പ് കൊടുക്കുക. ഇത് കട്ട് ചെയ്തെടുക്കുക. ഇതിൻ്റെ മുൻഭാഗം ബാക്ക് ഭാഗം മാറ്റി വെക്കുക. മുൻഭാഗത്ത് നമ്മൾ കഴുത്ത് കട്ട് ചെയ്യണം. ഇങ്ങനെ വെച്ചിട്ട് രണ്ട് ഇഞ്ച് അകലത്തിൽ 3.5 ഇഞ്ച് ഇറക്കത്തിൽ ഇതിങ്ങനെ ബോക്സ് ആക്കി വെക്കുക. എന്നിട്ട് ഇത് നമ്മളിങ്ങനെ റൗണ്ട് ഷേപ്പിലാക്കി കൊടുക്കുക. ഇത് നമ്മൾ കട്ട് ചെയ്തെടുക്കുക. ഇതിൻ്റെ കൈ കട്ട് ചെയ്യണം. കൈ കട്ട് ചെയ്യാൻ എളുപ്പത്തിലൊരു മാർഗം ഞാൻ കാണിച്ചു തരാം. കൈ ഇങ്ങനെ വെക്കുക, ഇത് രണ്ടാക്കി മടക്കുക, എന്നിട്ട് ഒരു മടക്കും കൂടെ മടക്കുക. അപ്പോൾ 4 പീസായി. ഈ ഭാഗത്ത് മടക്കുള്ള ഭാഗം, ഈ ഭാഗത്ത് മടക്കുള്ള ഭാഗം, ഇവിടെ ഓപ്പൺ ഭാഗം. എന്നിട്ട് നമ്മൾ ഈ വെട്ടിയെടുത്ത ഇതുണ്ടല്ലോ ഈ പീസ് ഇതിൻ്റെ ഇവിടെ അങ്ങനെ വെച്ച് കൊടുക്കുക. അടയാളപ്പെടുത്തിയിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുക. ഈ ഇറക്കം എത്രയാണോ വേണ്ടത് അവർക്ക് നമ്മളിങ്ങനെ വരച്ചു കൊടുക്കുക. ഇവിടെ ഒരു 7 ഇഞ്ചാണ് ഇറക്കം വേണ്ടത്. ഇങ്ങനെ വരച്ചു കൊടുക്കുക. ഇതിപ്പോൾ കയ്യിൽ ഒരു 4 ഇഞ്ചൊക്കെ കയ്യിൻ്റെ വണ്ണം മതി. പക്ഷെ ഇവിടെ ഞെറി വിട്ടുകാണ്ട് ഇതൊരു മോഡൽ കൈയാണ്, അതുകൊണ്ട് ഈ പീസ് മൊത്തമായിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ ഇങ്ങനെ ഇങ്ങോട്ട് വരച്ചു കൊടുക്കുക. ഇങ്ങനെ തന്നെ വരച്ചുക്കുക. അപ്പോൾ ഇതിൻ്റെ കട്ടിങ് കഴിഞ്ഞു. ഇനി ഇതെങ്ങനെ സ്റ്റിച്ച് ചെയ്യാൻ നമുക്ക് നോക്കാം. ഇതേപോലെ ഇതിന് ലൈനിങ്ങും ഇതേ അളവിൽ വെട്ടിയിരിക്കണം. നമുക്കിത് സ്റ്റിച്ച് ചെയ്യാം. ആദ്യം കൈ റെഡിയാക്കി എടുക്കണം. അതിന് ഈ കയ്യിൻ്റെ പട്ട വെക്കാനുള്ള പീസ് ഇതിന് നല്ല ഭാഗം ഇങ്ങനെ വെക്കുക. ഇതിന് നല്ല ഭാഗം മുകളിൽ വെക്കുക. ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ തയ്ച്ചു കൊടുക്കുക.
ഇവിടെ സെൻറ്ററിലായിട്ട് കുറച്ച് ഞെറിവിട്ട് കൊടുക്കുക. ഇതിങ്ങനെ ഇങ്ങോട്ട് മടക്കി തയ്ക്കുക. ഇതിൻ്റെ മറ്റേ കൈ ഇതേപോലെ തയ്ച്ചെടുക്കുക. രണ്ട് കൈയും തയ്ച്ച് കഴിഞ്ഞു. ഇനി നമ്മൾ ഇതിൻ്റെ ഫ്രണ്ട് പീസ് റെഡിയാക്കി എടുക്കുക. കഴുത്ത് വെട്ടിയിട്ടുണ്ടല്ലോ ഫ്രണ്ട് പീസുമേ, ഇത് ലൈനിങ് ആണ്. ഈ ലൈനിങ് അടിഭാഗത്ത് വെച്ചിട്ട് ഈ നല്ല പീസിൻ്റെ നല്ല ഭാഗം ഇങ്ങനെ ലൈനിങ്ങിൻ്റെ മുകളിൽ വെക്കുക. അങ്ങനെ വെച്ചിട്ട് ഉണ്ടാവും ഇതിൻ്റെ അരികു വശത്ത് കൂടെ ഇങ്ങനെ തയ്ച്ചു കൊടുക്കുക. ഇതിങ്ങനെ കട്ട് ചെയ്ത് കളയാം. ഇത് ചെറിയ ചെറിയ നോച്ചസ് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. കഴുത്ത് നമ്മൾ മടക്കി തയ്ക്കുമ്പോൾ ചുരുണ്ട് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഈ ലൈനിങ് ഈ ഭാഗത്ത് ഇങ്ങനെ മറിച്ച് കൊടുക്കുക. ഇതിൻ്റെ മുകളിൽ കൂടെ രണ്ടി കൊടുക്കുക. ഉണ്ടോ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യും. ഉണ്ടോ അപ്പോൾ കഴുത്ത് ഇങ്ങനെ ആയി കിട്ടി. ഫ്രണ്ടത്തെ കഴുത്ത് ഇങ്ങനെ ആയി. ഇനി ബാക്ക് കഴുത്ത് എങ്ങനെ റെഡിയാക്കാം നോക്കാം. ഇതുപോലെ തന്നെ ബാക്ക് പീസ് ഇങ്ങനെ വെക്കുക. ബാക്ക് പീസിന് ഇവിടെ ഒരു ഓപ്പൺ കൊടുക്കണം. അതിനിങ്ങനെ ഒരു ചെറിയതായിട്ട് ഒരു 1.5 ഇഞ്ച് ആക്കിയിട്ട് ഇങ്ങനെ അടയാളപ്പെടുത്തുക. അതുപോലെ തന്നെ ഇതിൻ്റെ ഈ പീസ് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് ഇങ്ങനെ എന്നിട്ട് ഒരു 2-3 ഇഞ്ച് അടിഭാഗത്ത് ഇങ്ങനെ അടച്ചു കൊടുക്കുക. അതിങ്ങനെ വരച്ചു കൊടുക്കുക. എന്നിട്ട് അതിങ്ങനെ കട്ട് ചെയ്തെടുക്കുക. ഉണ്ടോ ഇവിടെ ഇങ്ങനെ ചെറുതായിട്ട് ഓപ്പൺ ആക്കി കൊടുക്കുക. ഇനി ഇതിങ്ങനെ വെച്ച് കൊടുക്കുക. നല്ല ഭാഗം അടിഭാഗത്തും ലൈനിങ് മുകളിലുമായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുക. ഇവിടെ നിന്ന് ഇങ്ങനെ തയ്ക്കാൻ തുടങ്ങാം. ഇതിൻ്റെ സെൻറ്ററും ഒപ്പല്ലേ നോക്കിയിട്ട് ഇങ്ങനെ തയ്ച്ച് കൊണ്ടുവരാം. ഇവിടെ എത്തുമ്പോൾ അങ്ങനെ കുത്തി നിർത്തിയിട്ട് ഇങ്ങനെ താഴ്ഭാഗത്തേക്ക് ഈ ഓപ്പണുള്ള സൈഡിൽ ഇങ്ങനെ തയ്ച്ച് കൊടുക്കുക. കുത്തി നിർത്തിയിട്ട് തിരിക്കുക. ഇങ്ങനെ ഇതും അതുപോലെ നമ്മൾ കട്ട് ചെയ്ത് നോക്കുക. ഇനി ഇത് മറിച്ച് കൊടുക്കുക. അപ്പം ഇങ്ങനെ വരും. ഉണ്ടാവും ഇങ്ങനെ ഇവിടെ ഒരു ഓപ്പൺ ആയിട്ട് വരും.
ചെറുതായിട്ട് ഓപ്പണാക്കി ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഫ്രണ്ടും ബാക്കും യോജിപ്പിക്കണം. അതിന് ഫ്രണ്ട് പീസിൻ്റെ ഈ നല്ല ഭാഗം ഉണ്ടല്ലോ, ഈ ഷോൾഡറും ഈ ഷോൾഡറും യോജിപ്പിക്കാൻ ഇതിൻ്റെ നല്ല ഭാഗം ഇതിൻ്റെ നല്ല ഭാഗത്ത് ഇങ്ങനെ വെക്കുക ഉണ്ടോ. എന്നിട്ട് ഈ ലൈനിങ് ഈ ഭാഗത്തേക്ക് ഇങ്ങനെ മറിച്ച് വെക്കുക. ഇതിൻ്റെ തുമ്പ് മുഴുവനായിട്ട് ഉള്ളിൽ പോകാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അല്ലെങ്കിൽ തുമ്പ് പുറത്തേക്ക് കാണാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. മറിച്ച് വെക്കുക. ഇത് നമ്മളിങ്ങനെ മറക്കുമ്പോൾ ഇങ്ങനെ ആയി കിട്ടും. ഇതിൻ്റെ ഈ ഭാഗത്തും തുമ്പ് കാണില്ല, ഈ ഭാഗത്തും കാണില്ല, നല്ല വൃത്തിയായിട്ട് കിട്ടും ഉണ്ടോ. ഇനി അതേപോലെ മറ്റേ സൈഡ് ഇതേപോലെ ചെയ്യാം. ഇതിൻ്റെ നല്ല ഭാഗം ഇതിൻ്റെ നല്ല ഭാഗം ഇങ്ങനെ വെക്കുക. എന്നിട്ട് ബാക്ക് പീസിൻ്റെ ലൈനിങ് ഇങ്ങോട്ട് മറിച്ച് വെക്കുക. ഇത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാം. നിവർത്തുമ്പോൾ നല്ല ഫിനിഷിംഗ് ആയി കിട്ടിയിട്ടുണ്ടാവും. തുമ്പൊന്നും കാണുന്നില്ല. പോയിന്റ് കൊടുക്കുക. എന്നിട്ട് ഇവിടെ സെൻറ്ററിൽ വെക്കുക. സെൻറ്റർ ഭാഗത്ത് നമ്മൾ വെച്ച് കൊടുക്കുക. അത് നമ്മൾ കൈ എങ്ങനെ വെക്കുക നോക്കാം. കൈ വെക്കാൻ കൈൻ്റെ നല്ല ഭാഗം ഇങ്ങനെ വെച്ച് കൊടുക്കുക. ഇനി നമുക്ക് കൈ പിടിപ്പിക്കുക. അതെങ്ങനെ നോക്കാം. ഉണ്ടോ, ഇങ്ങനെ വെക്കുക. ഇവിടെ എത്തുമ്പോൾ നമ്മൾ ചെറുതായിട്ട് ഇങ്ങനെ ഒരു ചെറിയ ഇട്ട് കൊടുക്കുക. ഇവിടെ ഇതുപോലെ മറ്റേ കൈയും തയ്ക്കുക. രണ്ട് കൈയും പിടിപ്പിച്ച് കഴിഞ്ഞു. ഈ സൈഡ് ഇങ്ങനെ ജോയിൻ ചെയ്യാം. ഏറ്റവും സിമ്പിളായ രൂപത്തിലാണ് ഞാനത് തയ്ച്ച് കാണിച്ചു തരുന്നത്. മോഡലൊക്കെ വർക്കൊക്കെ ചെയ്ത് കാണാൻ അങ്ങനെയും ചെയ്യാം. അതുപോലെ മറ്റേ സൈഡും യോജിപ്പിക്കുക. അപ്പോൾ നമ്മളെ മിഡി ടോപ്പ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. കണ്ടോ, ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക്. കാണാൻ നല്ല ഭംഗിയുണ്ട്, അടിപൊളിയാണ്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ടും കണ്ട് ഇതുപോലെ എല്ലാവരും ഒന്ന് സ്റ്റിച്ച് ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. എന്നാലേ ഞാനിടുന്ന ഓരോ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. ഓക്കെ, ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും അസ്സലാമു അലൈക്കും.